എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ഏത്തയ്ക്ക തോരനാണ്. അതിനായി 1 കിലോ പച്ച ഏത്തയ്ക്ക തൊലി ചെത്തി ചെറുതായിട്ടരിഞ്ഞ് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ കറ പോകാനായി ഇടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 10 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് കഴുകി വെള്ളമില്ലാതെ മാറ്റി വെക്കുക. ഇനി തോരനുണ്ടാക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 4 വറ്റൽമുളക്, 10 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് വഴറ്റുക. അതിലേക്ക് ഏത്തയ്ക്ക ചേർത്ത് അര ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി ഇട്ട് ഏത്തയ്ക്ക വേകാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അരപ്പിനായി തേങ്ങ ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരുകിയത്, 3 പച്ചമുളക്, 2 വെളുത്തുള്ളിയല്ലി, കുറച്ച് കറിവേപ്പില, 3 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് തേങ്ങ ചെറുതായി ചതച്ചെടുക്കുക. അരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് തേങ്ങ ചേർത്ത് നന്നായിട്ടിളക്കി 2-3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഏത്തയ്ക്ക വെന്തോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഏത്തയ്ക്ക വെന്തില്ലെങ്കിൽ അല്പസമയം കൂടി വേവിക്കണം. നമ്മുടെ ഏത്തയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.